ബാനു, ഇന്നെന്റെ ബോസ് വരുന്നുണ്ട്. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞതല്ലേ. Excuse me, how much is this? 3,200. ഡിസ്കൗണ്ട് റെഡ്യൂസ് ചെയ്ത 27. 27. കഴിഞ്ഞ ഫ്രൈഡേ ഞാൻ അതായിരുന്നു ഇട്ടിരുന്നത്. ബാനു പ്ലീസ്. അവര് ട്രൈ ചെയ്യാൻ ഞാൻ ചെയ്തൂടെ? ഒരു കസ്റ്റമറിന് ഒരു കണ്ടീഷനാ. അവര് പൈസ തരും, നിനക്കാ ശീലമില്ലല്ലോ. ഇത് കൊള്ളാം. യു നോ ടുഡേ യു ആർ വെരി ലക്കി. ഇന്ന് ഞാൻ നിന്റെ ഡ്രസ് 1 മണിക്കൂറിന് മുമ്പേ തന്നേക്കും. ബാനു പൊട്ടാ ഹൗസ് ദിസ്? അടിപൊളിയായിട്ടുണ്ടല്ലേ? 1 മണിക്കൂറിന് മുമ്പേ തന്നേക്കാം. റെഗുലർ കസ്റ്റമർ. ഡെയിലി സൈൻ ചെയ്യുന്നത് ബോർ പണിയാട്ടോ. ഡെയിലി ഈ ദേവിയുടെ മുഖം എനിക്ക് കാണണ്ടേ? കൊള്ളാലോ നീ. ബിസ്ക്കറ്റ് ഒക്കെ കൊള്ളാം, പക്ഷെ ക്രീം കുറച്ച് കൂടി പോയെന്ന് തോന്നുന്നു. ക്രീമിന്റെ കാര്യമൊക്കെ വിട്. നിന്റെ മിസ്റ്റർ പെർഫെക്റ്റ് ആണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? വെറും വെങ്കട്ടായ പോരാ, നീ ലോർഡ് വെങ്കട്ട് ആവണം. അങ്ങനെ പറഞ്ഞ തിരുപ്പതി വെങ്കടാചലപതിയെ പോലെ റിച്ച് ആവണം. ഡൺ. ഈ ട്രക്കിൽ അടുത്ത് വരുന്ന ലോഡിൽ ഗോൾഡ് ബിസ്ക്കറ്റ് ഉണ്ടാവും. അത് ഞാൻ അടിച്ചു മാറ്റും. ആ ഗോൾഡ് നിനക്ക്, ഈ ഗോൾഡ് പവ എനിക്ക്. ഗോൾഡ് ബിസ്ക്കറ്റ് വരുന്നു എന്നുള്ള ഇൻഫർമേഷൻ ഒക്കെ ആരാ നിനക്ക് തരുന്ന? ഇവിടെ വെച്ചേക്ക്. ശരി മാഡം. ഹലോ, 1 2 3 1 2 3. ഞാൻ വരുന്ന മുമ്പേ റെഡിയാക്കി കൂടെയായിരുന്നോ? വിഷ്ണു 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 ഗുഡ് മോർണിംഗ് ബാനു. ഡ്രസ് അടിപൊളിയായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇട്ടാ. ഗുരുവരപ്പാ തെറ്റിക്കലേ. ഹായ് എവ്രിവൺ, ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും എങ്ങനെയുണ്ട്? സുഖം തന്നെയല്ലേ? നിങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ? വെൽക്കം ടു സംതിങ് ന്യൂ, സംതിങ് ഫ്രഷ്, സംതിങ് ഹെൽത്തി എനർജി ഡ്രിങ്ക്. I will give you some samples soon. Before sample, small information. I want to tell you about the goodness of... ഹലോ, നിന്റെ ഫോൺ എന്തായാലും കൊള്ളാം. അതിലിങ്ങനെ പെമ്പിളരെ ഫോട്ടോ എടുത്താലേ തടി കേടാവും. മനസ്സിലായടാ? I want to share this opportunity to win gold coin in every bottle of drink. I want to share this opportunity to win a gold coin in every bottle of energy drink. Guarantee winner for every 100 bottles sold. Bottles sold. With health, we bring you wealth. Here is the best part. We bring you jackpot too. The jackpot is 4 bricks of gold. This is a way of sharing joy in this festival season of harvest. ഈ ഹാർവെസ്റ്റിംഗ് സീസണിൽ നിങ്ങൾക്ക് ലഭിക്കും ഒരു ബമ്പർ സമ്മാനം. ഒരു മിനിറ്റ്. ആ ലക്കി വിന്നർ നമ്മളിൽ ഒരാളായിരിക്കാം. ട്രൈ ചെയ്ത് നോക്കൂ. Remember, 1 in 100 win for sure. Try it. എങ്ങനെയുണ്ട്? ഒരു നിമിഷം. ചിലപ്പോൾ നിങ്ങൾ ആ ലക്കി വിന്നർ ആയിരിക്കും. ഓ സോറി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. Thank you. I win. കണ്ടില്ലേ, ഞാൻ ഇപ്പോഴല്ലേ പറഞ്ഞ. അതിനു മുമ്പ് ഒരാൾ വീണ. ഈ ലക്കികൾ ഈ ഫെസ്റ്റിവൽ സീസണിൽ ഞങ്ങളുടെ അടുത്ത് നിന്ന് ആദ്യത്തെ ഗോൾഡ് കോയിൻ വിൻ ചെയ്തിരിക്കുന്നു. ഓ മൈ ഗോഡ്. അതൊക്കെ പോട്ടെ, നിന്റെ പ്രൊമോഷൻ എന്തായി? കൺഫർമേഷൻ ആയോ? ഞങ്ങളൊക്കെ നിന്റെ പാർട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാനും അതിന് തന്നെയാ വെയിറ്റ് ചെയ്യുന്ന. എന്നാ മണ്ട വെങ്കട്ട് ഇപ്പോഴാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ഹലോ, എന്താ എന്റെ അടുത്ത് വന്നിരുന്ന?
ഒരു സുന്ദരിയുടെ കൂടെ ഇരുന്ന് കോഫി കുടിക്കാനാ. എല്ലാവരും ശ്രദ്ധിക്കുന്നു. സൗന്ദര്യം ഉണ്ടായിരുന്ന എല്ലാരും നോക്കിപ്പോവും. അത് കോമണാ. നമ്മളെ കുറിച്ച് ആവശ്യമില്ലാത്ത എന്തെങ്കിലും വിളിച്ചു പറയും. എന്ത് പറയാനാ? നമ്മൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും ഉണ്ടെന്ന്. ഓ, എന്തെങ്കിലും ഉണ്ടോ? മതിയാക്ക്, അവിടെ എങ്ങാനും പോയിരി. മടി കയറി ഇരുന്നാ പ്രശ്നമാ. ഇപ്പൊ അടുത്തിരുന്നാലും പ്രശ്നമായോ? കുടിച്ചോ കുടിച്ചോ, കുറെ തൊണ്ട തുറന്നല്ലേ, എനർജി വേണമായിരിക്കും. ആക്ച്വലി ഇനി ഞാൻ ഇതിന്റെ അടുപ്പ് തുറന്നു കൊടുക്കാം. നീ എന്തിനാ ഓപ്പൺ ചെയ്യുന്നേ? അതിന് വിഷ്ണു ഇല്ലേ? ഓ, അവിടെ തുടങ്ങി. അതല്ലടി മണ്ടി, നമ്മൾ എന്നെ തുറക്കുമ്പോ അതിൽ ഗോൾഡ് കോയിൻ ഉണ്ടെങ്കിൽ നമ്മളത് അടിച്ചു മാറ്റാലോ. വാട്ട് എൻ ഐഡിയ മാഡം ജി. നീ ഇവിടെ ഒന്നും ജനിക്കേണ്ട ആളെയല്ല. ഈ ഐഡിയ എനിക്ക് കുറച്ച് മുമ്പേ തോന്നിയിരുന്നെങ്കിൽ ആ ഗോൾഡ് കോയിൻ എന്റേതായ. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ തന്നെ സ്റ്റോർ റൂമിൽ പോയി എല്ലാ അടുപ്പുകളും ഓപ്പൺ ചെയ്ത് വെക്ക്. എന്നാ കോയിന് കിട്ടുമല്ലോ. വിഷ്ണു വേണ്ട കേട്ടോ. ഞാൻ ഹലോ, മാനേജറോ? ആ സർ, ഞാൻ എന്താ ഇപ്പൊ വരാം. ഓൾ ദി ബെസ്റ്റ്. Thank you. വന്നോടനെ പാർട്ടി തരണം. മേ കം ഇൻ സർ? അകത്തേക്ക് വന്നു കഴിഞ്ഞല്ലോ. ഭാനുമതി പങ്കജം, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. അതെ സർ, എന്നെ ബാനു തന്നെ വിളിക്കാം. അതിന്റെ ആവശ്യമില്ല, കാരണം നീ ഇപ്പൊ ജോലിയിലില്ല. സർ, ഉം. പ്രമോഷന് ഞാൻ അപ്ലൈ ചെയ്തത്. ജോലിയിൽ നിന്ന് എന്തിനാ എന്നെ? ഞാൻ പ്രൊമോഷൻ തരാന്ന് കരുതിയിരുന്നാ, പക്ഷെ എന്ത് ചെയ്യാനാ, കഴിഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ പറഞ്ഞു മനസ്സിലാക്കി തരാൻ എന്താ ഉള്ളത്? നിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഫേക്ക് ആണെന്ന് മനസ്സിലായി, ഡിസ്മിസ് ചെയ്തു. എന്റേതോ? പിന്നെ എന്റെ ആണോ? കമ്പനിക്ക് ആവശ്യം ശിവകാശിയിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് അല്ല, കോളേജ് തരുന്ന ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റാ. മനസ്സിലായോ? സത്യത്തിൽ നീ എത്ര വരെ പഠിച്ചിട്ടുള്ളേ? പ്ലസ് 2 പാസോ അതോ 10th ഫെയിലോ? സർട്ടിഫിക്കറ്റ് ഫേക്ക് ആവാൻ ചാൻസ് ഇല്ല സർ. ആവശ്യമില്ലാതെ വെറുതെ നുണ പറയണ്ട. സർ, എന്നെ പോലെ ടാർഗറ്റ് ആരും റീച്ച് ആയിട്ടുണ്ടാവില്ല സർ. ഒരു പ്രാവശ്യം തെറ്റ് ചെയ്ത എത്ര തലകുത്തി വന്നാലും അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? സർ, ഞാൻ എന്റെ ജോലിയിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇതുവരെ ഒരു പ്രോബ്ലമും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ശരി, പ്രശ്നങ്ങൾ വരാതെ നോക്കിക്കോളാം. എന്നാൽ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഉറപ്പായിട്ടും സർ. എന്താ ചെയ്യണ്ടേ? നിനക്കറിയില്ലേ, നീ എനിക്ക് ഹെൽപ്പ് ചെയ്യണം, അത്രേ ഉള്ളൂ. നിനക്ക് ഹെൽപ്പിംഗ് നേച്ചർ കൂടുതലുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് സാധിക്കുന്നതൊക്കെ ചെയ്യാം. അത് പിന്നെ ഒരു മിനിറ്റേ. ഹലോ, സാർ പറയണം സാർ. അതെ സാർ, ഫാക്സ് വന്നു സാർ. ആക്ച്വലി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും അതൊന്നും സാർ പ്രശ്നമില്ല, ഞാൻ ആവശ്യപ്പെടുന്നത്? സാർ, ഡെലിവറി ചൊവ്വാഴ്ച രാവിലെ, അതായത് 14-ാം തീയതി. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫാക്സിലുണ്ട്, ഞാൻ നോക്കിക്കോളാം സാർ. വൺസ് അഗൈൻ ഐ വിഷ് യു വെരി വെരി ഹാപ്പി പൊങ്കൽ. വീട്ടിലുള്ള എല്ലാവർക്കും പൊങ്കൽ. പോയാ? അതെ സാർ, അത് പിന്നെ സാറിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ സെയിൽസ് സൂപ്പർവൈസറിന്റെ പ്രൊമോഷനെ പറ്റി പറഞ്ഞിരുന്നില്ലേ, അതുകൊണ്ട് അതിന് ഞാൻ ഈവനിങ്ങിൽ തന്നെ ഫൈനലൈസ് ചെയ്തേക്കാം സാർ. സാർ, ഒരുപാട് നന്ദിയുണ്ട് സാർ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. താങ്ക് യു സാർ. ഗുഡ്. ബോസിന് നിന്റെ അടുത്ത് നല്ല ഇംപ്രഷൻ ഉണ്ട്. നീ എന്നെ ഒന്ന് ഇംപ്രസ് ചെയ്താൽ മതി. ലൈഫിൽ ഓരോന്ന് കിട്ടുന്നത് അത്ര ഈസി അല്ലെന്ന് നിനക്കറിയാലോ. ഒരു പാലൊക്കെ ഇടുമ്പോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? 2 ചോദിച്ചോന്നേ. നീ നിന്റെ ബോസിന്റെ അടുത്ത് ഒന്ന് കൊടുത്താണോ വാങ്ങിച്ചത്? ഇതുപോലെ ഹെൽപ്പ് ചെയ്താണോ നീ മാനേജർ ആയത്? ഒരുപാട് സംസാരിക്കല്ലേ? ലൈൻ കട്ടായതിനു ശേഷവും സംസാരിക്കുന്ന പോലെ അഭിനയിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല എന്ന് കരുതിയോ? എന്തോന്ന് കട്ടായെന്ന് ഞാൻ സാറിന്റെ അടുത്ത് തന്നെ സംസാരിച്ചോണ്ടിരുന്നത്. മണ്ടന്മാരാക്കാൻ ഒരുപാട് സംസാരിക്കല്ലേ? മര്യാദക്ക് പുറത്തു പോടി. നിനക്ക് ഇവിടെ ജോലിയിൽ ഒരു കോപ്പൂല. ഗെറ്റ് ഔട്ട്. ഐ സേ ഗെറ്റ് ഔട്ട്.